കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയുടെ വീട്ടില് അവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കനക പറഞ്ഞു, നന്ദൂട്ട ഒരു കാര്യം പറഞ്ഞേക്കാം, SI സെലക്ഷൻ ഒക്കെ കിട്ടിയതാ. ഇനിയിപ്പൊ നീ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേന് ഇതുപോലെയുള്ള നൂലാമാലകളൊന്നും ചെന്ന് ചാടിയേക്കരുതെന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മേന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഞാൻ നോക്കിയിട്ട് ഇനി ഒരേ ഒരു വഴിയുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം അങ്ങ് നടത്തുക, എന്നാ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ്. കനക പറഞ്ഞു, അത് ശരിയാ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചാട്ടമൊക്കെ കൂടെ നിന്നോളൂ എന്ന് പറയണം. നന്ദു പറഞ്ഞു, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട നയനയും നബിയൊക്കെ ചിരിക്കുകയാണ്. പിന്നീട് നയന പറഞ്ഞു, ഈ സമയത്ത് ആദർശേട്ടനും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. ആദർശേട്ടനാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ കൂടി ഇവിടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ സങ്കടം വരും, ആദർശേട്ടന് വന്ന് കൂടാത്തേന്റെ എന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, അതിനെന്താ മോളെ, ആദർശ മോനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാമല്ലോ എന്ന് പറയാണ്. കനക പറഞ്ഞു, അത് പിന്നെ കമ്പനിയിൽ കുറെ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ വിഷുവിനൊന്ന് അടിച്ചു പൊളിക്കണം, എല്ലാരും ഇങ്ങോട്ടേക്ക് വരണം, നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കണം എന്ന് പറയണം. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, അതെ ഞാൻ വരാം, പക്ഷെ എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാലോ, അവൻ വരത്തില്ല എന്ന് പറയണം. അവൻ എന്തേലും മെച്ചമുള്ളിടത്തേക്ക് അവൻ പോകത്തുള്ളൂ, ഒരു കാരണവശാലും അവൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ ബാക്കി എല്ലാവർക്കും സങ്കടമായിപ്പോയി. കാരണം നവ്യയ്ക്കുള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. എല്ലാരും അടിച്ചു പൊളിക്കുന്ന സമയത്ത് താനും അടിച്ചു പൊളിക്കണ്ട, പക്ഷെ തന്റെ ഭർത്താവെന്താ കോന്തൻ തന്നോടൊപ്പം ഒന്നിനും കൂടത്തില്ലോ, അവനല്ലേലും ഇങ്ങനെയൊന്നും വരത്തില്ലോ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സങ്കടം വന്നു. പിന്നീട് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് വേണു വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ആ സമയം അനാമയും രേവതിയൊക്കെ കാത്തിരിക്കുവാണ്. എന്തായി എങ്ങനെയായെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് അവരുടെ മനസ്സെന്നറിയും. കാരണം ഉറപ്പായിട്ടും അവള് ജയിലിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ആ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സമയത്ത് വേണു അങ്ങോട്ടേക്ക് വന്ന് കയറുവാണ്. വേണു വന്ന് കയറിയതും അനാമി ഓടിച്ചെന്ന് ചോദിച്ചു, അല്ലച്ചാ അവളെ ജയിലിലേക്ക് കൊണ്ടായോ? അച്ഛൻ ആ കാഴ്ച കണ്ടിട്ടായിരിക്കും വരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വേണു ഒന്നും മിണ്ടിയില്ല. അല്ലച്ചാ അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്തെന്ന് അനാമിക വീണ്ടും ചോദിക്കുക. അല്ല അത് പിന്നെ മോളെ, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു. കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ നല്ല അസലായിട്ട് അങ്ങോട്ട് വാദിച്ചു, അവളെ വെള്ളം കുടിപ്പിച്ചെന്ന് പറയാം. ആഹാ, അന്നാ കൊള്ളാലോ, അവൾ അകത്ത് പോയിട്ടുണ്ടല്ലേന്ന് ചോദിക്കാം. പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നു മോളെ. എന്താ വെച്ചാ കാര്യം? അത് പിന്നീടല്ലോ, അവള് ആ തല്ലിന്ന് പറയുന്നിടത്ത് CCTV ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങളൊക്കെ കോടതി ഹാജരാക്കിയെന്ന് പറയാണ്. CCTV ദൃശ്യങ്ങളാ? അതെ. അങ്ങനെ വന്നപ്പോഴത്തേനും കാര്യങ്ങൾ ആകെ പട കുഴഞ്ഞു മറിഞ്ഞെന്ന് പറയാണ്. എന്നിട്ടെന്താ, അവള് നിരപരാധിയാന്ന് തെളിഞ്ഞു കഴിയുമ്പോ കോടതി അവളെ വെറുതെ വിട്ടെന്ന് പറയാണ്. കോടതി വെറുതെ വിട്ടോ? തലയിലൊരു കൂടം കൊണ്ട് അടിച്ച അവസ്ഥയായിരുന്നു അനാമിയയ്ക്ക്. അനാമിക ഞെട്ടലോട് ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അതെ മോളെ, കോടതി തെളിവ് കിട്ടി, അപ്പൊ കോടതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അവള് നിരപരാധിയാന്നുള്ള കാര്യം. അത് മാത്രല്ല, അതിനേക്കാൾ ഒരു വലിയ പ്രശ്നം, അവൾക്ക് വേണ്ടി വാദിച്ച ആരാന്നറിയോ? അവള് സ്വന്തമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവളങ്ങ് ചാടി ഇറങ്ങി പ്രതിക്കൂട്ടിന്ന്. എന്നിട്ട് അവള് തന്നെ അവൾക്ക് വേണ്ടി അങ്ങോട്ട് വാദിച്ചു. ആ കാഴ്ച ഒന്ന് കാണണ്ടായിരുന്നു, ഞാൻ നാണം കെട്ട് തല കുനിച്ച് അവിടെ ഇരുന്നേന്ന് പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അല്ല അങ്ങനെയൊക്കെ പറ്റുമോ അച്ഛാന്ന് ചോദിക്കുകയാണ്. പിന്നെ പറ്റില്ല മോളേന്ന് ചോദിക്കുകയാണ്. അവളുടെ ഒന്ന് വാദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതിയിലുള്ള വക്കീലന്മാര് പോലും അന്തം വിട്ട് നോക്കി ഇന്നെന്ന് പറയണം. രേവതി പറഞ്ഞു, ദേ ഒരു കാര്യം പറയാൻ വേണം കേട്ടാ, ഇനി ഇതിനൊന്നും പോണ്ട. അല്ല അവൾക്ക് മനസ്സിലായോ നമ്മളാന്നുള്ള കാര്യം? അവളുടെ അനിയത്തിയും ചേച്ചിയൊക്കെ എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത്, അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയണം. അനാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും കണ്ടോ അവൾ എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ട്. ആ നന്ദു എന്ന് പറയുന്നവള് അവൾ ഇതിന് പ്രതികാരം ചെയ്യും വെച്ചാന്ന് പറയണം. മോള് നോക്കിയും കണ്ടും ഒക്കെ നിന്നോളാൻ പറയാണ്. മോള് പേടിക്കൊന്നും വേണ്ട, സമയമുണ്ടല്ലോ. ഇനി എന്താണെങ്കിലും ഈ തവണ അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനൊന്നും പറ്റില്ല, അപ്പൊ അത് കുഴപ്പമില്ല. അടുത്ത തവണ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഇതുപോലെ എന്തേലും ഗുലുമാൽ ഒപ്പിക്കാം, അവളെ അകത്തേക്ക് വിടാന്ന് പറയാം. രേവതി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നിനും പോണ്ട, നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം ഇങ്ങനെ ആവത്തുള്ളൂ, അതുകൊണ്ട് അതിന്റെ കാര്യമില്ല എന്ന് പറയണം. അനാമി പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ വീട്ടിലേക്ക് ചെന്നീമ്പോ ഓരുടെയൊക്കെ മുഖം കാണും, അനിയുടെ കളിയാക്കല് പോരാ തന്നെ നവ്യ നയനയൊക്കെ അവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നതാണ് കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞിട്ടായിരിക്കും ഇനി എന്നെ കളിയാക്കാനായിട്ട് പോണേന്ന് പറയാം. രേവതി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ, അവൾമാരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചതിന് മറുപടി കൊടുത്താൽ മതി എന്ന് പറയണം. ഈ സമയം ജലജയും ജാനകിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ദേവേനി ഇരിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി പറഞ്ഞു, ഇന്നത്തോടെ അവളുടെ കാര്യത്തിനൊരു തീരുമാനമാവൂന്ന് പറയാണ്. ജലജ പറഞ്ഞു, അല്ലേലും അത് ശരിയാ, എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണാ. ജാനകി പറഞ്ഞു, എന്റെ മോന്റെ ജീവിതം തല്ലി തകർത്തവളാ അവൾ ഒറ്റ എഴുത്തി കാരണം എന്റെ നന്ദുമോന്, അല്ല എന്റെ അനിമോന് ഒരു നല്ലൊരു ജീവിതം കിട്ടാത്തെ.
കണ്ടില്ലേ അവളുടെ അഹങ്കാരം, അതിന്നാള് ദയവായിട്ടൊരു ശിക്ഷ കൊടുത്തെന്ന് പറയണം. പാവം എന്റെ അനാമികമോള് എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയാം അവള് കാരണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അല്ല നിങ്ങൾ ഇങ്ങനെ നന്ദുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ നിൽക്കും, ഈ ഏട്ടത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് ജലജ ചോദിക്കുക. ദേവേനി പറഞ്ഞു, അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഈ പറയുന്ന നന്ദുവിന് ഈ വീട്ടിലുള്ള എന്റെ ഭർത്താവിനും ആദർശിനും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഭയങ്കര താല്പര്യമാണ്. അവരെല്ലാം ആഗ്രഹിക്കുന്ന ഈ പറയുന്ന നന്ദു പുറത്തിറങ്ങണമെന്നാ. ഒരുപക്ഷെ അവൾക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ ആദർശിന്റെ വിദ്വേഷം ഞാൻ വാങ്ങിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അവൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് പോയായിരുന്നേ. അല്ലെങ്കിലും അവള് നിരപരാധിയാണ്, പിന്നെ അവള് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു, ഇവിടെ എന്റെ ഭർത്താവുണ്ട്, എന്റെ മകനുണ്ട്, അവർക്കാണെങ്കിലോ നന്ദു എങ്ങനെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നൊരു ചിന്ത മാത്രമുള്ളെന്ന് പറയാ. അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ എന്തൊക്കെയോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നേ. അതാണ് എന്റെ ഭർത്താവാണെങ്കിലും എന്റെ മോനാണെങ്കിലും അവളുടെ പക്ഷം നിക്കണേന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇന്നത്തോടു കൂടി അവളുടെ കളി അങ്ങോട്ട് അവസാനിക്കില്ലേന്ന് ചോദിക്കുക. ദേവേനി പറഞ്ഞു, അതെ നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, കാരണം നിരപരാധിയാണെങ്കിൽ അവൾ എന്തിനാ വെറുതെ ശിക്ഷിക്കപ്പെടുന്നെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, അവള് നിരപരാധിയാ. നല്ല കഥയായി, അവളൊന്നും നിരപരാധിയൊന്നും അല്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് നവ്യ നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവരങ്ങനെ അകത്തേക്ക് കയറി വന്ന് അവരുടെ മുഖം കാണുമ്പോഴത്തേനും ദേവേനിക്ക് ആകാംക്ഷ, എന്താ സംഭവിച്ചേ, എന്താന്നും അറിയത്തില്ല. ദൈവമേ, ഇനി ജയിലിലേക്ക് എങ്ങാനും കൊണ്ടുപോയോ, ജാമ്യം കിട്ടിയില്ലേ, മുഖം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരു സങ്കടഭാവം അഭിനയിച്ച രണ്ടുപേരും കൂടെ വന്ന് നിൽക്കുന്നേ. രണ്ടുപേരുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു ദുഃഖഭാവമായിരുന്നു. പെട്ടെന്ന് ജാനകി ചോദിച്ചു, എന്ത് പറ്റി, മുഖത്തൊരു സങ്കടഭാവമാണല്ലോ, നിന്റെ അനിയത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കും. ഇത് കേട്ടതും നയന പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറയാണ്. നവ്യ പറഞ്ഞു, അവളെ റിമൈൻഡ് ചെയ്തെന്ന് പറയാണ്. ജലജ പറഞ്ഞു, അപ്പോഴേ എനിക്കറിയായിരുന്നില്ലേ ഇത് അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. നിന്റെ അനിയത്തിക്ക് ഒരു എല്ലു കൂടുതലായിരുന്നു. അവളുടെ വിചാരം അവള് വലിയ ലേഡി ഹീറോയാന്നും പറഞ്ഞോണ്ടാ നടന്നുകൊണ്ടിരുന്നേ. അവസാനം അവൾക്കിടെ നല്ല 8ന്റെ പണി കിട്ടിയില്ലേ, എല്ലാരും കുറെ വെള്ളം കുടിപ്പിച്ച. അവളുടെ വിചാരം എന്താ, അവള് 5-6 ആണുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് അടിച്ച് നിരപ്പാക്കിയിടും, ആര് വന്നാലും തനിക്കൊന്നും പേടിക്കണ്ട എന്നൊക്കെ അല്ലായിരുന്നോ. ഇപ്പൊ അവളുടെ പേടി എല്ലാം മാറിക്കാണുമായിരിക്കും. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ, അവളെങ്ങാനൊക്കെ SI ആയിട്ടുണ്ടെങ്കിലേ നാട്ടുകാരുടെ ദുരിതമായിരിക്കും. അതുകൊണ്ട് അവളെ പോലുള്ളവരെ ഒരു കാരണവശാലും പോലീസ് കയറാനും പാടില്ല, SI ആവാനും പാടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനിക്ക് ആകപ്പാടെ സങ്കടം വന്നു. ദൈവമേ, താൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വെറുതെ ആയി പോയല്ലോ എന്നോർത്തൊരു വിഷമം മനസ്സിലുണ്ടായി. ഈ സമയത്ത് നയന എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഫോണിനകത്തൊരു വീഡിയോ ഉണ്ട്, അതെ എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണാൻ പറയണം. അങ്ങനെ ജലജേനും ജാനകിനും ദേവേനെയും ഒക്കെ വീഡിയോ കാണിക്കണം. അത് നന്ദു തല്ലി എന്ന് പറയുന്ന ആ പയ്യന് അവിടെയുള്ള ആ പെൺകുട്ടിയെ കയറി പിടിക്കുന്നു, അതിൻ്റെതായ കുറെ രംഗങ്ങളൊക്കെയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, ഓ ഇതൊക്കെയാണോ അത്ഭുതം, ഈ കള്ളക്കേസ് ആന്നും പറഞ്ഞുകൊണ്ട് അവള് ചിലപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല തന്ത്രങ്ങളും ഇറക്കിയിരിക്കും. ഇതൊക്കെ അവളുടെ ഒരു ഡ്രാമയായിരിക്കും, അവൾ ഇങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റ് ചെയ്ത് എടുത്തായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അത് ശരിയാന്ന് പറയണ. കോടതിക്ക് ഇതൊക്കെ വ്യക്തമായി കാണും, അവള് വെറുതെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയതാന്ന്, അതുകൊണ്ടായിരിക്കും കോടതി അവളെ റിമാൻഡ് ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ആര് പറഞ്ഞ് റിമാൻഡ് ചെയ്തെന്ന്, നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇത്. അവളെ റിമാൻഡ് ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറയണ. അവള് നല്ല അന്തസ്സോടുകൂടി പുറത്തിറങ്ങിയെന്ന് പറയാം. ദേവേനിക്ക് എഴുന്നേറ്റൊന്ന് തുള്ളിച്ചാടണം തോന്നി, കാരണം തന്റെ കഷ്ടപ്പാടിന് ബലം ഉണ്ടായല്ലോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ തെളിവുകളൊക്കെ താനും നേഹയും കൂടെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. അപ്പൊ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അവൾ അങ്ങനെ പുറത്തിറങ്ങി. ഈ സമയത്ത് നവ്യ പറഞ്ഞു, നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു ഒന്നെന്താണെങ്കിലും കോടതിയിലേക്ക്. അവിടെ ആരാ വാദിച്ചെന്നറിയാം അവൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ നന്ദു തന്നെയാ വാദിച്ചേ. ആ വാദം ഒന്ന് കേൾക്കണ്ടായിരുന്നു. പിന്നെ അനാമികയുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ നനഞ്ഞ കോഴിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് മുഖം ഉയർത്തി നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാൻ വേണ്ടി വന്ന അയാള്. പക്ഷെ അയാളുടെ സന്തോഷമല്ല ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങിയെന്ന് പറയാം. നന്ദുവിനെ ഉപദ്രവിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ശിക്ഷയും പാഠം ഇതെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് കയറി പോകാൻ തുടങ്ങണം. അപ്പോഴേക്കാണ് നയനയുടെ ഫോൺ ബെല്ലിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ആദർശിച്ച എന്തായി നയനത് കാര്യങ്ങളെന്ന് ചോദിക്കുക. ആദർശേട്ടാ നന്ദു ഇറങ്ങിയെന്ന് പറയണം. ഒരു കുഴപ്പമില്ല, അവള് കോടതി വെറുതെ വിട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശിന് സന്തോഷമായി. ആഹാ, എങ്ങനെയാ കാര്യങ്ങളൊക്കെ, അത് പിന്നെ അവൾക്ക് വേണ്ടി തന്നെ വാദിച്ചെന്ന് പറയാണ്. അവൾക്ക് വേണ്ടി വാദിച്ചോ? അതെ, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. ഈ സമയം ദേവേനി പറഞ്ഞു, അതെ ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണം. ജലജ ചോദിച്ചു, അല്ലെ ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നത്? ഓ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവൾമാരുടെ പുകഴ്ത്തുകളും കാര്യങ്ങളും കേൾക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് പുറത്തു വരെ പോണെന്ന് പറയണം. ഈ സമയം നയനെ ചോദിച്ചു, അല്ലമ്മേ
അമ്മ പുറത്തേക്കാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ അവിടെ എന്ന് ചോദിക്കുകയാണ്. ശരി, പോയി റെഡി ആയിട്ട് വരാൻ പറയാണ്. ആ സമയം നയന പറഞ്ഞു താങ്ക്സ് അമ്മയെന്ന് പറയണ്ട. താങ്ക്സ് ഒന്നും വേണ്ട, അതും കൂടെ നീ എടുത്തോളാനും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ദേവേനി കയറിപ്പോവാ. പിന്നീട് നയന സന്തോഷത്തോടെ റെഡി ചെയ്യാൻ പോവാണ്. അങ്ങനെ നയന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ വന്നിട്ട് ജലജയോട് പറഞ്ഞു, ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ. നിങ്ങൾക്കല്ല, എനിക്ക്. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, എനിക്കറിയാടി നീയും നിന്റെ അനിയത്തിയും കൂടെ എന്തൊക്കെയോ തന്ത്രങ്ങൾ ചെയ്താ അവളെ പുറത്തിറക്കിയെന്ന് പറയാ. എന്തിന്? അവള് നിരപരാധിയാണ്, ഞങ്ങൾക്ക് തന്ത്രങ്ങൾ ഇറക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ തന്ത്രങ്ങൾ ഇറക്കുന്നേ? അതെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കോടതിയുടെ മുന്നിൽ നമ്മുടെ ശിരസ് ഉനിക്കേണ്ട കാര്യമില്ല. അവൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന കേസ് കൊടുത്തവർക്ക് സാധിച്ചിട്ടില്ല. കാരണം കള്ളക്കേസാണല്ലോ. അതുകൊണ്ട് പുഷ്പം പോലെ അവൾ ഊരിപ്പോന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും തറപ്പഴിപാടികളുമായിട്ട് അനാമിയുടെ അച്ഛനും അനാമിയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പുഷ്പം പോലെ ഞങ്ങളുടെ അനിയത്തിയും കൂടെ ഊരിപ്പോരും. അത് കണ്ട് ഇനിയിപ്പം ആരും സന്തോഷിക്കണ്ടെന്ന് പറയാണ്. അവളെ അകത്താക്കാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിനോട് ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്നും പറഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് കയറി പോവാ. പിന്നീട് നന്ദു രാകേഷിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാര് പറഞ്ഞു, ആ വേണു എന്ന് പറയുന്നതിനെ പിടിച്ചിട്ടൊന്ന് ചാമ്പിയിട്ട് വരാൻ മേലാരും ചോദിക്കും. കൊടുക്കണമെന്ന് ഓർത്താ അവൻ അവിടെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഓ, അവന്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു എന്റെ രാകേഷ് എന്ന് പറയാണ്. നാണം കേട്ട് തൊലി ഉരിഞ്ഞ്. പെട്ടെന്ന് രാകേഷ് പറഞ്ഞു, എന്താണെങ്കിലും ഇത്ര ഇതുവായി, പക്ഷേങ്കിൽ ആ അനാമയ്ക്കിട്ടും കൊണ്ട് രണ്ടെണ്ണം കൊടുക്കണ്ടായിരുന്നു. ഈ സമയം മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, അത് പിന്നെ അവൾ അനന്തപുരിയിലായിരിക്കുമല്ലേ ഇപ്പം. അത് ശരിയാ, അവിടുന്ന് വലിച്ചിറക്കി കൊടുക്കണ്ട അവൾക്കിട്ട്. തൽക്കാലത്തേക്ക് വേണ്ട നന്ദു, അത് അപകടമാ, അതുകൊണ്ട് അത് വേണ്ട. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, പക്ഷെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ വേണുവും രേവതി അവർക്കിട്ട് ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. കാരണം മോളെ ഈ വീതമാക്കി വളർത്തി വഷളാക്കി വിട്ടിരിക്കുന്ന അവരാണ്. അപ്പൊ അവർക്കിട്ട് ശിക്ഷ കൊടുക്കണം. അവർക്കിട്ട് കൊടുത്തു കഴിയുമ്പത്തേനുമാണ് ഈ പറയുന്ന അനാമിക എന്ന് പറയുന്നവൾക്ക് നോക്കുള്ളൂ. അവൾക്ക് കനത്ത തിരിച്ചടി ആവണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം രാകേഷ് പറഞ്ഞു, അപ്പൊ എങ്ങനെ കൊടുക്കാനാ? ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ടും നമ്മൾ മതില് ചാടി കിടക്കുമെന്ന് പറയണം. ഇതിനൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇന്ന് ഈ നന്ദുവിന്റെ വക അവർക്ക് പൊങ്കാലയായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ രാകേഷ് പറഞ്ഞു, കൊള്ളാം, നീ പൊളിക്കും. നീ മാത്രമല്ല, നമ്മൾ 3 പേരും പൊളിക്കും എന്ന് പറയണം. ഇന്നത്തോട് കൂടിയിട്ട് ഇനി മേലാല് അവളുടെ കൈയൊന്നും പൊങ്ങരുത്. ആ അനാമിയുടെ അച്ഛന്റെ അമ്മയുടെ എന്നൊക്കെ പറയാം. അങ്ങനെ സന്തോഷത്തോടെ നന്ദു ഫ്രണ്ട്സും കൂടി ഇരിക്കുകയാണ്. അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു നന്ദു പുറത്തിറങ്ങിയത്. ഈ സമയത്ത് നയനയും ദേവേനയും കൂടെ പുറത്തേക്ക് പോവാണ്. പോകുന്ന സമയത്ത് നയന പറഞ്ഞു, അമ്മേ നന്ദു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യപ്പെട്ടോണ്ടാ അവളെ കോടതി വെറുതെ വിട്ടേന്ന് പറയണം. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അതിന് ഞാൻ നിന്നോട് ചോദിച്ചില്ലോന്നും. അല്ലമ്മേ, ഞാൻ പറഞ്ഞുള്ളൂ, അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാന്ന്. എല്ലാരും അവളെ കുറ്റക്കാരിയാക്കാനായിട്ട് ശ്രമിച്ചതെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ നയനിയൊന്നും മിണ്ടിയില്ല. ദേവേനി ഉള്ളില് സങ്കടം ഉണ്ടായിരുന്നു ഇവളിങ്ങനെയൊക്കെ പറയുന്നതില്. പക്ഷെ തൽക്കാലത്തേക്ക് ഇവള് സത്യങ്ങളൊന്നും അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു. നയനയ്ക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പത്ത് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, ഇറങ്ങിപ്പോവാൻ പറയണം. അങ്ങനെ നയന ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ചോദിച്ചു, അല്ല അമ്മ എങ്ങോട്ടേക്കാന്ന് ചോദിക്കുക. ഞാൻ ഏത് പാതാളത്തിലേക്കാണെങ്കിലും നിനക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. നയന പിന്നെ ഒന്നും മിണ്ടിയില്ല. നയന ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കൊരു സംശയം, അമ്മ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. ഈ സമയം ദേവേനി ഇങ്ങനെ നയനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പാവം എന്റെ കുട്ടി, ഇപ്പൊ താന് ഏറ്റവും കൂടുതൽ ആദർശിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഇവളെയാണ് എന്നൊരു ചിന്ത ദേവേനിയുടെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്ന് നയന തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ദേവേനി തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടേ. ആ കാഴ്ച കണ്ടതും നയന ഇങ്ങനെ ഒന്നുകൂടെ നോക്കി. ദേവേനിക്ക് മനസ്സിലായി. ദേവേനി പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, എന്ത് നോക്കി നിൽക്കോളൂ, വണ്ടി എടുക്കാൻ പറയണം. അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. നയനോടത്ത് അമ്മ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എവിടേക്കാണെന്ന് കണ്ടെത്തണമല്ലോ എന്നൊരു ചിന്ത വരുവാണ്. പിന്നീട് ദേവേനി നേരെ ചെല്ലുന്ന മാരാർ വക്കീലിനെ കാണാനായിട്ടായിരുന്നു. വക്കീലിനെ കണ്ടതും പറഞ്ഞു, അങ്കിളെ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണേ. എന്നോട് നന്ദി പറയാനാ? അതും ദേവേനി, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. എന്നോടൊരു നന്ദി വാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. എന്നാലും അങ്കിൾ ഇല്ലായിരുന്നെങ്കിൽ ദേവേനി, അതിന് ഞാനല്ല വാദിച്ചേ, ആ പറയുന്ന നന്ദുവാ. അവള് മിടുമിടിക്കല്ലേ. അവള് നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ്. അവളുടെ മുന്നില് പറയുന്ന പരാതി കൊടുത്തവന്മാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ ഒരു വക്കീല് വാദിക്കുന്നേക്കാളും അതിഗംഭീരമായിട്ടാണ് ആ പെൺകുട്ടി ഇന്ന് കോടതി വാദിച്ചതെന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയാണ്. എനിക്ക് റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയാം. ദേവേന് പറഞ്ഞു, അല്ലെങ്കിലും അവള് നാളെ നിയമം കയ്യിലെടുക്കേണ്ടവളല്ലേ. നാളെ ഈ ഇതിന് നാടിന് വേണ്ടിയിട്ട് അവള് നല്ലത് വരാനായിട്ട് അല്ലെങ്കിൽ
നന്മകളൊക്കെ ചെയ്യേണ്ടവളല്ലേ, അതുകൊണ്ട് അവൾ ഒരിക്കലും ഒരു കുറ്റവാളി ആവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറയാം. അല്ല ദേവേനി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ദേവേനിക്ക് എന്താ ഇത്ര അവരോട് താല്പര്യം ചോദിക്കുക? അത് പിന്നെ എന്റെ മരുമോളുടെ അനിയത്തിയാണല്ലോ. എന്റെ മരുമോൾ എന്ന് പറഞ്ഞ പാവമാണ്, അവള് നല്ല പെൺകുട്ടിയാണ്, എന്റെ ആദർശിന് പറ്റിയ പെൺകുട്ടി തന്നെ അവള്. ഒരുപക്ഷെ ഇപ്പൊ ഞാൻ ആദർശിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നേ അവളെ ആയിരിക്കും, നയനേനെ ആയിരിക്കും എന്ന് പറയാ. ഇത് കേട്ടതും മാരാർ വക്കീൽ പറഞ്ഞു, കൊള്ളാലോ ദേവേനി, നേരത്തെ നിനക്ക് അവളെ കണ്ടെടുത്താ കണ്ടുകൂടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അത് മുമ്പ്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം. ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ ഓട്ടോറിക്ഷയില് അങ്ങോട്ട് വരുവാണ്. വരുന്ന കഴിയുമ്പോഴത്തേനും ദേവേനയുടെ കാർ അവിടെ കിടക്കുന്നുണ്ടോ. നയനെ പെട്ടെന്ന് ഓട്ടോറിക്ഷ കാണ്ട് പറഞ്ഞു, ഈ സൈഡ് ചേർത്ത് ഒതുക്കാൻ പറയണം. അങ്ങനെ ഓട്ടോറിക്ഷ അവിടെ ഒതുക്കിയിട്ടു. നയനെ തല വെളിയിലേക്ക് ഇട്ട് നോക്കുക, ദേവേനെ ആരോടാ സംസാരിക്കണേന്ന്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മാരാർ വക്കീലിനെ കണ്ടു. ഒരു നിമിഷം നയന അന്തം വിട്ടുപോയി. വക്കീലുമായിട്ട് അമ്മ സംസാരിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ വക്കീലിനെ ഏർപ്പാടാക്കിയത് ഇനി അമ്മയായിരിക്കോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. നയനയ്ക്ക് സന്തോഷിക്കണോ കരയണോ ചിരിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ. തന്നെയും തന്റെ കുടുംബത്തെ രക്ഷിച്ചത് അമ്മയാണ് എന്ന തിരിച്ചറിവ് നയനയ്ക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെ മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ചാനൽ കാണാനായിട്ടും ആ വിശേഷങ്ങളൊക്കെ കാണാനായിട്ടും താല്പര്യമുള്ളവരെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.